മോഹൻലാൽ ആരാധകരെ ആവേശഭരിതരാക്കിയ പുതിയ സിനിമയുടെ പ്രഖ്യാപനം. ആവേശം, രോമാഞ്ചം തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ ജിത്തു മാധവനൊപ്പമാണ് മോഹൻലാലിന്റെ അടുത്ത ചിത്രം എന്നതായിരുന്നു. മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിലിപ്പോൾ ടോട്ടലി ഒരു കൺഫർമേഷനായി എന്ന് തന്നെ പറയാം. അവസാനം മോഹൻലാൽ തന്നെ അത് പറഞ്ഞു. ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമ ഒരു പുതുമുഖ സംവിധായകനൊപ്പമാണ്. ആവേശം ഡയറക്ട് ചെയ്ത ജിത്തു മാധവനൊപ്പം. എന്റെ ഏറ്റവും പുതിയ ചിത്രമായ തുടരും സംവിധാനം ഒരു നവാഗത സംവിധായകനാണ്. ആവേശം എന്ന ചിത്രത്തിന്റെ ഡയറക്ടർ ജിത്തു മാധവനൊപ്പം ഞാനൊരു ചിത്രം ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ ഒരുപാട് സിനിമകളുടെ കഥകൾ കേൾക്കുന്നുണ്ട് എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ. പുതിയ സംവിധായകർക്കൊപ്പം എത്തുമ്പോൾ എന്ന ചോദ്യമാണ് മോഹൻലാലിന് നേരിടേണ്ടി വന്നത്. എന്താണ് പുതിയ സംവിധായകർക്കൊപ്പം മോഹൻലാൽ പടങ്ങൾ കൂടുതൽ ചെയ്യാത്തത്? എന്നാൽ പുതിയ സംവിധായകർക്കൊപ്പം മോഹൻലാൽ പടങ്ങൾ ധാരാളം കേൾക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട് എന്ന് മോഹൻലാൽ കൺഫേം ചെയ്യുകയാണ്. നിരവധി കഥകളാണ് മോഹൻലാൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതും പുതിയ സംവിധായകർക്കും പുതിയ തിരക്കഥാകൃത്തുക്കൾക്കും ഒപ്പം തന്നെ. എന്നാൽ എവിടെയൊക്കെയോ അതിലൊരു മോഹൻലാൽ കടന്നു വരുന്നുണ്ട്, അതിനെ ഒഴിവാക്കിയാൽ അതിലേക്ക് എത്താം എന്നാണ് മോഹൻലാലിന്റെ വാക്കുകളും. അതിനൊപ്പം തന്നെ ഇത് ഏറ്റെടുക്കുമ്പോഴുള്ള റിസ്കിനെ കുറിച്ച് മോഹൻലാൽ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. കരിയറിൽ അത്ര നല്ല വർഷമായിരുന്നില്ല മോഹൻലാലിന്റെ 2024. വൻ ഹൈപ്പിൽ വന്ന സിനിമകളിൽ പലതും പരാജയപ്പെട്ടു. നടന്റെ ശക്തമായ തിരിച്ചുവരവ് ആരാധകർ അതിനായി ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ സംവിധായകരുമായി മോഹൻലാൽ സിനിമ ചെയ്യാത്തതും കരിയറിലെ ഇപ്പോഴത്തെ വീഴ്ചയ്ക്ക് കാരണമെന്ന് അഭിപ്രായപ്പെടുന്നവർ ഏറെയാണ്. മറുവശത്ത് മമ്മൂട്ടി നവാഗത സംവിധായകർക്കൊപ്പം ചേർന്ന് ഹിറ്റുകൾ സൃഷ്ടിക്കുന്നതും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ സംവിധായകർക്കൊപ്പം സിനിമകൾ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ. ഗലാട്ട പ്ലസുമായുള്ള അഭിമുഖത്തിലാണ് താരത്തിന്റെ പരാമർശം എത്തിയത്. പുതിയ സംവിധായകർ മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നത്. പുതിയ സംവിധായകർക്കൊപ്പം താൻ സിനിമ ചെയ്യുന്നുണ്ടെന്ന് മോഹൻലാൽ പറയുന്നു. പുതിയ ചിത്രം തുടരും പുതിയ സംവിധായകന്റെ സിനിമയാണ്. ആവേശത്തിന്റെ സംവിധാനൊപ്പം സിനിമ ചെയ്യാൻ പോകുന്നു. ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. ബ്ലിസിയുടെ ആദ്യ സിനിമ നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എനിക്കൊപ്പമായിരുന്നു. ഒരുപാട് നല്ല സംവിധായകർ വരുന്നുണ്ട്. പക്ഷേ അവർ കഥ പറയുമ്പോൾ അതിൽ ഞാൻ മോഹൻലാലിനെ കാണുന്നു. അതവർ തുടച്ചു നീക്കണം. ഇനി ഒരു പുതിയ സംവിധായകനൊപ്പം സിനിമ ചെയ്യുക എന്നത് എനിക്ക് ചലഞ്ചിങ് ആണ്. പ്രോപ്പറായ സിനിമ തിരഞ്ഞെടുക്കണം. ഏറെ പ്രതീക്ഷയോടെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ ചെയ്തു. അത് നല്ല സിനിമയാണ്. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. എന്നേക്കാൾ എന്റെ പ്രേക്ഷകരും ആരാധകരും വിഷമിക്കും. അതിനാൽ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധ കാണിക്കണം, അല്ലെങ്കിൽ ഭാരം എനിക്കാണ്. ഒരു സിനിമ പരാജയപ്പെട്ടാൽ അതിന്റെ മുഴുവൻ കുറ്റപ്പെടുത്തലുകളും അഭിനേതാക്കൾക്ക് നേരെയാണ് വരികയെന്നും മോഹൻലാൽ പറഞ്ഞു. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലൈക്കോട്ടെ വാലിബനെ പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നില്ല. ലിജോ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വലിയ പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു. മലൈക്കോട്ടെ വാലിബന്റെ പരാജയത്തെക്കുറിച്ച് ലിജോ ജോസ് പല്ലിശ്ശേരി നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. പ്രേക്ഷക പ്രതികരണം ഇങ്ങനെയായിരിക്കില്ലെന്ന് പ്രതീക്ഷിച്ചില്ലെന്നാണ് സംവിധായകൻ പറഞ്ഞത്. ബറോസ് എന്ന സിനിമയിലൂടെ സംവിധായകനായി തുടക്കം കുറിക്കുകയാണ് നടൻ മോഹൻലാൽ. താരത്തിന്റെ ആരാധകർക്ക് ബറോസിൽ പ്രതീക്ഷകളേറെയാണ്. നിധിയാക്കുന്ന ഭൂതത്തിന്റെ കഥ പറയുന്ന ബറോസ് മൈ ഡിയർ കുട്ടിച്ചാത്തന് ശേഷം പൂർണ്ണമായും 3D ചിത്രീകരിച്ച മലയാള സിനിമയാണ്. 2025 മോഹൻലാലിന്റെ നിരവധി സിനിമകൾ റിലീസിനെത്തുന്നുണ്ട്. ബറോസിന്റെ ഭാഗമായുള്ള പ്രൊമോഷനിലാണ് മോഹൻലാൽ ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഭാഗമായുള്ള ഇന്റർവ്യൂവിലാണ് മോഹൻലാലിന്റെ ഈ വാക്കുകൾ എത്തിയത്. അപ്പോൾ ബറോസിനെ കുറിച്ച് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്ന് മോഹൻലാലിനോട് ചോദിച്ചപ്പോൾ എന്റെ സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എന്റെ സിനിമ നിങ്ങളോട് സംസാരിക്കും എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ. ഇതുതന്നെയാണ് ഉചിതമായ മറുപടി എന്നും പ്രേക്ഷകർ ഒരേപോലെ തന്നെ പറയുകയാണ്. കൂടുതൽ ഒന്നും പറയണ്ട, തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കാം എന്താണ് മോഹൻലാലിന്റെ സിനിമയെന്ന്. ആ സിനിമ പറയും എന്താണെന്ന്.